കുട്ടികളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സാൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സോൾട്ടിലെ ആനയോണും കാറ്റയോണും ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ ഒരു കാര്യം, ഈ വീഡിയോയുടെ താഴെ മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പഴയ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ആദ്യം സോൾട്ട് കിട്ടിയ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു പകുതി പോർഷൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കണം. സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 2-3 എന്ത് ചെയ്യുക, സ്പൂൺ എന്ത് ചെയ്യുക, സോൾട്ട് എടുക്കുക കേട്ടോ. എൻ്റെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ കാറ്റയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ചെയ്യുന്ന എന്തിലാണ്, സൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്തു, മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഞാൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു. ക്ലിയർ? ഓക്കെ, ദെൻ ബാക്കി ആനയോൺ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുക, സോൾട്ടിൽ തന്നെ ചെയ്യുക. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള സോൾട്ട് കാർബണേറ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട് എടുക്കുക. സോൾട്ടിലോട് ഞാൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ആ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. ബ്രിക്സ് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ കുമ്പളോല പോലെ മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ കാർബണേറ്റ് ആണ്, ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ സാൾട്ട് ആരല്ല, കാർബണേറ്റ് അല്ല എന്ന് മനസ്സിലായി. സെക്കൻഡ്, ഞാൻ എൻ്റെ കയ്യിലുള്ള സോൾട്ട് അസറ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അസറ്റേറ്റ് ആണോ എൻ്റെ കയ്യിലുള്ള സോൾട്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു വാഷ് ഗ്ലാസ് എടുക്കുക, കുറച്ച് സോൾട്ട് എടുക്കുക. കയ്യിൽ ചെയ്താലും കുഴപ്പമില്ല. വാഷ് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് എടുത്തതിന് ശേഷം ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അതിലോട്ട് എന്ത് ആഡ് ചെയ്യുക, കുറച്ച് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റബ്ബ് ചെയ്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുക. ഒന്ന് റബ്ബ് ചെയ്യുക, സ്മെല്ല് ചെയ്യുക. വിനെഗറിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ? എനിക്ക് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷെ ചില കുട്ടികൾക്ക് ഈ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അസറ്റേറ്റിനെ നിങ്ങൾ കൺഫർമേറ്റ് ചെയ്യും. അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആനയോണിൻ്റെ കൺഫർമേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്മെല്ല് വന്നാലും വന്നില്ല എങ്കിലും നിങ്ങൾ അസറ്റേറ്റിൻ്റെ മാത്രം കൺഫർമേറ്റർ ചെയ്ത് നോക്കുക. എന്താണ് അസറ്റേറ്റിൻ്റെ കൺഫർമേറ്റർ എന്ന് പറഞ്ഞാൽ, സോൾട്ടിൽ ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളർ കിട്ടിയാൽ റെഡ് പ്രസിപ്പിറ്റ്. അപ്പോൾ ഞാൻ സോൾട്ട് എടുത്ത് അതിൽ ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യാണ്. റെഡ് ഒന്നും കിട്ടുന്നില്ല, ന്യൂട്രൽ ഫെറിക്ലോറൈഡ് കളറിൻ്റെ കളറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആരല്ല എൻ്റെ കയ്യിലുള്ളത്, അസറ്റേറ്റ് അല്ല എന്ന് ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ആരാണോന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള സോൾട്ട് ക്ലോറൈഡ് ആണോ എന്ന് നോക്കാം. ക്ലോറൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട് എടുക്കുക. ഓക്കെ, സോൾട്ടിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ആരാഡ് ചെയ്യുക, കുറച്ച് ലിറ്റിൽ എമൗണ്ട് എന്ത് ആഡ് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് എന്ത് ആഡ് ചെയ്യുക, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ഞാൻ സാൾട്ടിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ് റോഡിൻ്റെ മൗത്ത് പോർഷനിൽ കാണിക്കാം. എൻ്റെ കയ്യിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഞാൻ എടുത്തു. അതിലൊരു ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മൗത്ത് പോർഷനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഫ്യൂംസ് ഉണ്ട്. അടിപൊളിയായിട്ട് നിറയെ ഫ്യൂംസ് വരുന്നുണ്ട്. ഇങ്ങനെ ഡെൻസ് ഫ്യൂംസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എൻ്റെ കയ്യിലുള്ള സോൾട്ട് ക്ലോറൈഡ് ആണെന്ന്. ഓക്കെ, ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ക്ലോറൈഡിൻ്റെ കൺഫർമേറ്റർ ചെയ്ത് നോക്കണം. അപ്പോൾ നോക്ക്, ഫ്യൂംസ് വന്നു, വീഡിയോയിൽ കാണാമല്ലോ. ഇനി കൺഫർമേറ്റർ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മളെ കയ്യിലുള്ള സോൾട്ട് ക്ലോറൈഡ് ആണോ എന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സോൾട്ട് എടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, ക്ലോറിൻ്റെ കൺഫർമേറ്റർ എന്താണ്ട, ഡൈലൂട്ട് നൈട്രിക് ആസിഡും ആഡ് ചെയ്യുക, സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുക. എവിടെയാണ് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്? എവിടെ പോയി? ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുക. ഓക്കെ, ഡൈലൂട്ട് നൈട്രിക് ആസിഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്യുക. സിൽവർ നൈട്രേറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് കാർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ, കണ്ടോ, എൻ്റെ കയ്യിൽ കണ്ടോ, കാർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്ലോറിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഇനിയുണ്ട് എക്സസ് ഓഫ് അമോണിയ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ കാർഡി പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ആകുന്ന ആ ടെസ്റ്റും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ അത് നിങ്ങൾ ആ പ്രസിപ്പിറ്റേറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും എടുക്കരുത്. ഇതിൽ നിന്ന് കുറച്ച് വേറൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട്, കാരണം ഇത്രയും സോലുബിൾ ആകാൻ വേണ്ടി നിറയെ അമോണിയ, ഇത്രയും മാത്രം എടുത്ത് നോക്കാം. എന്നിട്ട് ഇത് അമോണിയ ഹൈഡ്രോക്സൈഡ് നേരത്തെ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കാർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് അമോണിയ ഹൈഡ്രോക്സൈഡ് എക്സസ് ആഡ് ചെയ്യുമ്പോൾ സോലുബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിർബന്ധമില്ല, അങ്ങനെയും കൂടെ ചെക്ക് ചെയ്താൽ കുറച്ചും കൂടെ കൺഫേം ചെയ്യാം. വേണമെന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നിർത്തിയാലും മതി. ക്ലോറിനാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സസ് ആയിട്ട് ആഡാണ്, കുറച്ചെടുത്ത് കേട്ടോ. ഇങ്ങനെ ആഡ് ചെയ്യേണ്ട, സോലുബിളായി. എക്സസ് ഓഫ് അമോണിയ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്തായി, സോലുബിൾ. അപ്പോൾ ക്ലോറിൻ നമുക്ക് കൺഫേം ചെയ്യാം. ഇത് നിർബന്ധമില്ല, ചെയ്യാതിരിക്കും, കുഴപ്പമില്ല. കാർഡി പ്രസിപ്പിറ്റേറ്റ് വരെ ആക്കി നിർത്തിയാലും മതി. ഞാൻ കുറച്ച് കാർഡി പ്രസിപ്പിറ്റേറ്റ് മാത്രം എടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും സോലുബിൾ ആക്കാൻ നിറയെ അമോണിയ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ ടെസ്റ്റ് ഫുൾ ആഡ് ചെയ്താലും
സോലുബിൾ ആയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് എടുത്ത് സോലുബിൾ ആക്കി തന്നത്. മനസ്സിലായോ? അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തുള്ള ടെസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം, കുഴപ്പമില്ല കേട്ടോ. ചെയ്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ആനയോൺ ഏതെന്ന് മനസ്സിലായി? ക്ലോറൈഡ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ഇനി ഏത് ചെക്ക് ചെയ്യണം? കാറ്റോൺ ഏതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത് നമ്മളുടെ കയ്യിലുള്ളത് കാറ്റോൺ നമുക്ക് ചെക്ക് ചെയ്യണം. കാറ്റോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കയ്യിലുള്ള സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അത് എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത സോൾട്ട് സൊല്യൂഷൻ വീണ്ടും ഒന്നും കൂടെ നാട്ടി കുലുക്കി എടുത്തു കേട്ടോ. സോൾട്ട് സൊല്യൂഷനാണ് നമ്മൾ കാറ്റോൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുക. കാറ്റോൺ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലുള്ളത് അമോണിയ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. കുറച്ച് മതി കേട്ടോ. അതിലോട്ട് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അമോണിയ അല്ല, പ്രസിപ്പിറ്റേറ്റ് വന്നില്ല എങ്കിൽ അമോണിയ. അപ്പോൾ നമുക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഉണ്ടോ? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടാ എനിക്ക് പ്രസിപ്പിറ്റേറ്റ് വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആരല്ല? അമോണിയ എന്ന് പറയുന്ന കാറ്റോൺ അല്ല. അപ്പം നമുക്ക് അടുത്ത കാറ്റോൺ ലെഡ് ചെക്ക് ചെയ്യാം. നിങ്ങൾ കോപ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എഴുതുമ്പോൾ എഴുതിക്കോ, പക്ഷെ കോപ്പർ നമ്മൾ ചെയ്ത് നോക്കണ്ട. കാരണം കോപ്പറിൻ്റെ സോൾട്ട് ബ്ലൂ കളർ ആയിരിക്കും. അപ്പം നമ്മളെ കയ്യിൽ തരുന്ന സോൾട്ട് ബ്ലൂ കളർ അല്ല എങ്കിൽ കോപ്പർ അല്ല. അപ്പോൾ കോപ്പർ ചെക്ക് ചെയ്യേണ്ട. പക്ഷെ നമ്മളെ കയ്യിലുള്ളത് ലെഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തെന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കയ്യിലുള്ള സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. സാൾട്ട് സൊല്യൂഷൻ കുറച്ചെടുക്കുക. അതിലോട്ട് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ലെഡ്. ഞാൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആരല്ല? ലെഡ് അല്ല എന്ന് മനസ്സിലായി. എൻ്റെ കയ്യിലുള്ളത് ആരല്ല? ലെഡ് അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ആരല്ല? ലെഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കോപ്പർ ചെക്ക് ചെയ്യേണ്ട. നെക്സ്റ്റ് നമുക്ക് അമോണിയ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അമോണിയ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അലുമിനിയം അടുത്ത ഗ്രൂപ്പ് ആരാണ്? അലുമിനിയം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് എന്ത് ചെയ്യുക? സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. സാൾട്ട് സൊല്യൂഷനിലോട്ട് അമോണിയം ക്ലോറൈഡും എക്സസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കുറച്ച് ആഡ് ചെയ്യുക. എക്സസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ. എക്സസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പം ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വല്ലതും വന്ന അലുമിനിയം ഒന്നും തന്നെ വന്നില്ല, ഒരു ചേഞ്ചും ഇല്ല. അപ്പം ആരല്ല? അലുമിനിയം അല്ല എന്ന് മനസ്സിലായി. നമുക്കിനി അടുത്ത് സിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിൽ എന്ത് ചെയ്യുക? നമ്മൾ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, ദെൻ H2S ഗ്യാസും കൂടെ പാസ് ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അലുമിനിയം അല്ല. അപ്പം നമ്മൾ ഇതിൽ H2S ഗ്യാസും കൂടെ ഒഴിച്ചു നോക്കുക സിങ്ക് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. H2S ഗ്യാസ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാബിൽ H2Sന്റെ സൊല്യൂഷൻ കാണും, അതങ്ങ് ഒഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതാ ഞാൻ ഒഴിക്കുന്നു. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് വല്ലതും വരുന്നുണ്ടോ നോക്കാം. എനിക്ക് ഒഴിച്ചപ്പം കുറച്ച് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യണം, ഐഡന്റിഫൈ ആയി ചെക്ക് ചെയ്യണം സിങ്ക് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. കൺഫേം അല്ല. കാരണം ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം, സിങ്ക്, ബേരിയം, കാൽസ്യം എല്ലാത്തിനും അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആഡ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെങ്കിലും ഒന്നിൽ പ്രസൻസ് ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ടത് ആഷ് ടെസ്റ്റ് ചെയ്ത് അലുമിനിയം ആണോ സിങ്ക് ആണോ എന്ന് കൺഫേം ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് സിങ്കിൻ്റെ പോലെ ഐഡന്റിഫൈ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആഷ് ടെസ്റ്റ് ചെയ്തേ കൺഫേം ചെയ്യാവൂ. കാരണം ബേരിയോ കാൽസ്യം ആണെങ്കിലും ഇതേപോലെ കളറേഷൻ വരും, നിങ്ങൾക്കും കിട്ടും, സ്കൂളിൽ കിട്ടിക്കാണും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആഷ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് എടുക്കുക. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട്, ആഷ് ടെസ്റ്റൊക്കെ സോൾട്ടിൽ വേണം ചെയ്യാൻ. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് എടുത്തതിന് ശേഷം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഞാൻ എന്താ എടുക്കുന്നുണ്ട്, 2-3 ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. ഓൾറെഡി ആഷ് ടെസ്റ്റൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിലോട്ട് കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക? നമ്മൾ കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഓക്കെ, അതും 2-3 ഡ്രോപ്പ് എന്ത് ചെയ്യുക? കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. കുറച്ചൊന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മളൊരു ഫിൽട്ടർ പേപ്പർ എടുത്ത് ഫിൽട്ടർ പേപ്പറിനെ മടക്കി റെഡിയാക്കി വെക്കാം നമുക്ക്. ഓക്കെ, ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിൽട്ടർ പേപ്പർ റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഹീറ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വെച്ച് ചെയ്യുക. ഞാനും ഹോൾഡർ വെച്ച് ചെയ്യാം. ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വെച്ച് എന്ത് ചെയ്യുക? ഒന്ന് ഇതിനെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയാണ് ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. ബെറ്റർ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ എന്ത് ചെയ്യുക? യൂസ് ചെയ്ത് തന്നെ ചെയ്യുക കേട്ടോ. ഫോർ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പം ഞാനൊക്കെ കുറച്ച് വർഷം ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. എന്നാലും
അങ്ങനെ നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫിൽട്ടർ പേപ്പറിൽ ആ സൊല്യൂഷൻ ഒന്ന് ആക്കുക, കറക്കി സൊല്യൂഷൻ ആക്കുക. സൊല്യൂഷൻ ആയ പോർഷൻ കത്തിക്കുക. എന്നിട്ട് അതിൽ ആഷിൻ്റെ കളർ നോക്കുക. ബ്ലൂ വന്നാൽ അലുമിനിയം, ഗ്രീൻ വന്നാൽ സിങ്ക്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ ഒരിക്കലും നോക്കണ്ട, ഈ ആഷ് ടെസ്റ്റ് ചെയ്ത് കൺഫർമേറ്റർ നോക്കുക. ഇനി ഇത് വന്നില്ല എങ്കിൽ നമ്മളെ കയ്യിലുള്ള അലുമിനിയോ സിങ്കോ അല്ല. എനിക്ക് സിങ്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ആയി, ആഷ് ടെസ്റ്റിൽ കിട്ടിയില്ല എങ്കിൽ സിങ്ക് അല്ല. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാം കേട്ടോ. അല്ലാതെ ഐഡൻറ്റിഫൈ ആയതുകൊണ്ട് ഇതാണ് എന്ന് കൺഫേം ചെയ്ത്, കാരണം ബേരിയോ കാൽസ്യം ആണെങ്കിൽ കൂടി ചിലപ്പോൾ ഐഡൻറ്റിഫിക്കേഷന് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ആഷ് ടെസ്റ്റ് ചെയ്ത് അതൊക്കെ കത്തിച്ചിട്ട് ആഷിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, ഒരു കളറേഷനും ഇല്ല. നോക്കുമ്പോൾ ആഷിൽ ഗ്രീനും ഇല്ല, ബ്ലൂ ഇല്ല, ഒരു കളറും ഇല്ല. ആഷ് ടെസ്റ്റിൽ കളറേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലുള്ള സോൾട്ട് സിങ്ക് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സിങ്ക് അല്ല എങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഞാൻ ചെക്ക് ചെയ്യും, ബേരിയം ആണോ കാൽസ്യം ആണോ എന്ന് ചെക്ക് ചെയ്യും. ബേരിയം ആണോ കാൽസ്യം ആണോ എന്ന് ചെക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബ് എടുക്കുക, കുറച്ച് സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. സാൾട്ട് സൊല്യൂഷനിൽ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാൾട്ട് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതിലോട്ട് പഴയതുപോലെ അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും തന്നെ ആദ്യം ആഡ് ചെയ്യുക. ദെൻ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് ഞാൻ ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞ് അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. അമോണിയം ഹൈഡ്രോക്സൈഡ് ഞാൻ എക്സസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. ദെൻ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. അമോണിയം കാർബണേറ്റ് ഞാൻ അമോണിയം കാർബണേറ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും എന്ത് കിട്ടി, നല്ല വൈറ്റ് കിട്ടി. നേരത്തെ സിങ്കിന്റെ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു, പക്ഷെ ഞാൻ കൺഫേം ചെയ്തപ്പോൾ ആഷ് ടെസ്റ്റ് വന്നില്ല, അപ്പോൾ സിങ്ക് അല്ല എന്ന് മനസ്സിലായി. അപ്പം വീണ്ടും ബേരിയം അല്ലെങ്കിൽ കാൽസ്യവും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം ഞാൻ കൺഫേം ആക്കാൻ പോവുകയാണ്, എൻ്റെ കയ്യിലുള്ള ബേരിയം ആണോ കാൽസ്യം ആണോ എന്ന് നോക്കാൻ വേണം. ഇപ്പോഴും വന്നില്ലെങ്കിൽ അടുത്ത് മെഗ്നീഷ്യം നോക്കും. എപ്പോഴും കൺഫർമേറ്റ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം കൺഫേം ചെയ്താൽ മതി കാറ്റോണിൻ്റെ കേസിൽ കേട്ടോ. ക്ലിയർ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ബേരിയം ആണോ കാൽസ്യം ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റ് 2 കൺഫർമേറ്ററി ടെസ്റ്റുകൾ നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റത്തെ കൺഫർമേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺഫർമേറ്റ് ടെസ്റ്റുകളെല്ലാം സോൾട്ട് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങൾ സോൾട്ട് ചെയ്താലും സോൾട്ട് സൊല്യൂഷനിൽ ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് സോൾട്ടോ സാൾട്ട് സൊല്യൂഷനോ എടുക്കാം. ഓക്കെ, അതിലോട്ട് ലെഡ് അസറ്റേറ്റും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക അതിലോട്ട്? സോറി, കൺഫർമേറ്ററി ബേരിയം കാൽസ്യം അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക? അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ഇവിടെ, ഇത് സോൾട്ടും എടുക്കാം സാൾട്ട് സൊല്യൂഷനും എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അസറ്റിക് ആസിഡും സോൾട്ട് എടുത്താൽ ബെറ്റർ. ഏതുകൊണ്ടാണ്? ലെഡ് അസറ്റേറ്റ്. അസറ്റിക് ആസിഡും എവിടെ? ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡും ആരും ആഡ് ചെയ്യുക? പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക. ആരൊക്കെ ആഡ് ചെയ്യുക? അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റ്. ഞാൻ കുറച്ച് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യാണ്. കുറച്ച് അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് പൊട്ടാസ്യം ക്രോമേറ്റ് ഞാൻ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാണ്? പൊട്ടാസ്യം ക്രോമേറ്റ്. ഇതായിരിക്കണം പൊട്ടാസ്യം ക്രോമേറ്റ്. ഓക്കെ, ആഡ് ചെയ്യണേ. നോക്കിക്കോ, ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ബേരിയം. ഓക്കെ, ക്ലിയർ ആണ്? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി, ബേരിയം. ഇനി ഒരു സെക്കൻഡ് ഞാൻ കാൽസ്യത്തിൻ്റെയും കൂടെ ഒന്ന് കാണിച്ചു തരാം, ഈ ഐഡന്റിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ കുറച്ച് കാൽസ്യത്തിൻ്റെ സാൾട്ട് എടുത്തിട്ടുണ്ട്. അന്ന് നമുക്കൊരു കമ്പാരിസൺ കാണിച്ചു തരാനാണ്. അതിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുക? അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും അതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണേ. കാൽസ്യത്തിൻ്റെ സാൾട്ട് എടുത്തിട്ട് കുറച്ച് അസറ്റിക് ആസിഡും ഞാൻ പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുകയാണേ. കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? കളറേഷനാണ് കിട്ടി, യെല്ലോ കളറേഷൻ. എൻ്റെ ഇടത് കയ്യിൽ കണ്ടോ, ഇവിടെ പ്രസിപ്പിറ്റേറ്റും ഇത് കളറേഷനാണ് കിട്ടിയ. കളറേഷൻ കിട്ടിയ കാൽസ്യം, പ്രസിപ്പിറ്റേറ്റ് കിട്ടിയ ബേരിയം. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ ഈ ടെസ്റ്റ്. കളർ കിട്ടിയ കാൽസ്യം, പ്രസിപ്പിറ്റേറ്റ് കിട്ടിയ ബേരിയം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. കളറ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയ ബേരിയം, കളർ കിട്ടിയ കാൽസ്യം. എന്ന് കാൽസ്യത്തിൻ്റെ ഒന്ന് കാണിച്ചു തന്നെയാണ്. അപ്പം നമുക്ക് ഐഡന്റിഫൈ ആയി, ആരെന്ന് ഐഡന്റിഫൈ ആയി? ബേരിയം ആണെന്ന് ഐഡന്റിഫൈ ആയി. അപ്പോൾ കാൽസ്യം ആണെങ്കിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. സെയിം ടെസ്റ്റിൽ മനസ്സിലായോ? പിടികിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബേരിയത്തിൻ്റെ അനദർ കൺഫർമേറ്റർ, സെക്കൻഡ് കൺഫർമേറ്ററിലോട്ട് പോവാണ്. ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റിൽ ഗ്രീൻ കളർ കിട്ടിയാൽ ബേരിയം, റെഡ് കളർ കിട്ടിയ കാൽസ്യം. നിങ്ങൾക്ക് ആ ഫ്ലെയിമൊക്കെ വരണമെങ്കിൽ റൂം ഒന്ന് ഇരുട്ടാക്കിയാലേ നിങ്ങൾക്കത് വരുള്ളൂ. ഞാൻ ആദ്യം ഫ്ലെയിം ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റൂം ഒന്ന് ഇരുട്ടാക്കിയ ശേഷം ആ വീഡിയോ എടുത്തുതരാം, എങ്കിലും നിങ്ങൾക്ക് അത് കറക്റ്റ് ഫ്ലെയിം കാണാൻ പറ്റും കേട്ടോ.
ഫ്ലെയിം ടെസ്റ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യം കുറച്ച് സോൾട്ട് എടുക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതൽ സോൾട്ട് ഉണ്ട്. പിന്നെ കുറച്ച് സോൾട്ട് എടുത്ത് നമ്മളെ കയ്യിലുള്ള കുറച്ച് സോൾട്ട് എടുത്ത് എന്ത് ചെയ്യുക, ഒരു വാഷ് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് എടുക്കുക. ഞാൻ കുറച്ച് സോൾട്ട് എന്ത് ചെയ്യുക, ഒരു വാഷ് ഗ്ലാസ്സിൽ എടുക്കുകയാണ്. ഓക്കെ, വാഷ് ഗ്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സോൾട്ട് എടുക്കുകയാണ്. ഓക്കെ, കുറച്ച് സോൾട്ട് വാഷ് ഗ്ലാസ്സിൽ എടുത്തതിന് ശേഷം അതിലോട്ട് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റ് എന്താ ആഡ് ചെയ്യുക, HCl, കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. കോൺസെൻട്രേറ്റ് HCl ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ്, നമ്മളെ കയ്യിലുള്ള സോൾട്ടിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കണം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഫ്ലെയിമിൽ കാണിക്കണം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് എന്ത് കാണിക്കണം, ഫ്ലെയിമിൽ കാണിക്കണം. ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ വരുന്ന കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും ഫ്ലെയിം ടെസ്റ്റ് കിട്ടിയെന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് മറ്റേ പ്രസിപ്റ്റേറ്റ് വന്നാൽ ബേരിയം, കളർ വന്നാൽ കാൽസ്യം, അതൊന്നും നിങ്ങൾ കൺഫേം ചെയ്തോണേ. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് ഇങ്ങനെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് സോൾട്ട് നമ്മൾ എടുക്കണം. നമ്മൾ ഈ ഈ ഗ്ലാസ് റോളിൽ കുറച്ച് സോൾട്ട് എടുത്തിട്ട് ഫ്ലെയിമിൽ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഈ ഫ്ലെയിമിൽ ഒരു ചെറുതായിട്ട് ഗ്രീൻ കളർ വന്നാൽ ബേരിയം നമുക്ക് പറയാം. അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫ്ലെയിമിൽ ചെറുതായിട്ട് ഗ്രീൻ കളർ വന്നാൽ അതിവിടെ ചെറുതായിട്ട് ഇപ്പോൾ ഒരു യെല്ലോ പോലത്തെ ഗ്രീൻ കളർ വന്നു, പെയിൽ ഗ്രീനേ വരും. ഇവിടെ വന്നു കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. എനിക്കിവിടെ വന്നു, ഇതിൽ കാണുന്നുണ്ട്, ചെറുതായിട്ട് വന്നു. പൊട്ടാസ്യം ക്രോമേറ്റും അസിറ്റിക് ആസിഡും ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ബേരിയം എന്ന് പറയാം. യെല്ലോ കളർ ആണെങ്കിൽ കാൽസ്യം എന്ന് പറയാം. അത് തന്നെയാണ് എൻ്റെ കൺഫർമേറ്ററി എന്ന് പറഞ്ഞത്. ബാക്കി ഫ്ലെയിം ടെസ്റ്റ് ഒരു ചിലപ്പം കിട്ടും, ചില ആൾക്കാർ കിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല പച്ച കളർ കിട്ടത്തില്ല. അപ്പം നിങ്ങൾ നോക്കി, ചെറിയൊരു മഞ്ഞ പോലെ വന്നാൽ അത് ബേരിയം എന്നും, നല്ല ബ്രിക്ക് റെഡ് പോലെ വന്നാൽ അത് കാൽസ്യം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതാണ് ബേരിയത്തിൻ്റെ. അപ്പം ബേരിയത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളത് പഠിക്കാൻ. ചെറിയ രീതിയിൽ ഗ്രീൻ ആയിട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് പോലത്തെ ഗ്രീൻ ആയിരിക്കും കിട്ടുന്നത്, ബേരിയം ആണെന്ന് കൺഫേം ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? ബേരിയം ക്ലോറൈഡ് മിക്ക കുട്ടികൾക്കും കൺഫ്യൂഷനുള്ള സാധനമാണ്. ഒരുപാട് കുട്ടികൾ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് എടുത്തു തന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്തതിൽ വന്ന ഈ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് അവിടെയും വരും. ആദ്യം സിങ്ക് അല്ലെങ്കിൽ അലുമിനിയം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആഷ് കിട്ടിയാൽ സിങ്ക് അല്ലെങ്കിൽ അലുമിനിയം, കിട്ടിയില്ല എങ്കിൽ സിങ്കോ അലുമിനിയം അല്ല, തൊട്ടടുത്ത് ബേരിയോ കാൽസ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഐഡന്റിഫൈ ആയ ആദ്യത്തെ കൺഫർമേറ്ററി ചെയ്യുക. ആദ്യത്തെ കൺഫർമേറ്ററി ആരാണ്? അസിറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആടേക്കുക. യെല്ലോ പ്രസിപ്റ്റേറ്റ് ആണെങ്കിൽ ബേരിയം, കളർ ആണെങ്കിൽ കാൽസ്യം. ജസ്റ്റ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഫ്ലെയിം ടെസ്റ്റും കൂടെ ചെയ്യുക. ഫ്ലെയിം ടെസ്റ്റിൽ ഗ്രീൻ ആണെങ്കിൽ ബേരിയം, റെഡ് ആണെങ്കിൽ കാൽസ്യം. ഫ്ലെയിം ടെസ്റ്റ് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സോൾട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ആ സോൾട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഇനി എങ്ങനെയാണിത് എഴുതുന്നതെന്നുള്ള വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഒരു സോൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആനോണും കാറ്റോണും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ലാബ് ചെയ്യുക. ഫുൾ മാർക്ക് 40 ഔട്ട് ഓഫ് 40 എന്ത് ചെയ്യുക, ലാബിന് വാങ്ങിക്കാം. ബൈ.